കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോരങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണമായ വലിയ മുഴക്കം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം നേരിയ തരിപ്പും വീടിന്റെ ജനലുകളും വാതിലുകൾക്ക് ഇളക്കവും അനുഭവപ്പെട്ടു. മുക്കം നഗരസഭയിലെ മാമ്പറ്റ, മണ്ണാശ്ശേരി എന്നിവിടങ്ങളിലും കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂടരഞ്ഞിയിലും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തോട്ടക്കാട് എന്നീ പ്രദേശങ്ങളിലും ഭൂമിക്കടിയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറയുന്നത്. മാമ്പറ്റയിലെ ശ്രീജു കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് പത്രം വായിക്കുന്നതിനിടയിൽ പുറത്തുനിന്നും പെട്ടെന്ന് മുഴങ്ങുന്ന ശബ്ദവും ജനലുകളും വാതിലുകളും ഇളകുന്ന ശബ്ദവും നേരിയ തരിപ്പ് പോലെ അനുഭവപ്പെട്ടതായും എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു. വീട്ടിലെ വളർത്തുനായ അസാധാരണ കരച്ചിലുമുണ്ടാക്കി. വീട്ടുകാർ വീട്ടിലുണ്ടെങ്കിൽ നായ കുരയ്ക്കാറില്ല. എന്നാൽ ശബ്ദം വീടിന്റെ മുകൾ ഭാഗത്തെ ക്വാറിയിൽ നിന്നായിരിക്കുമെന്നാണ് കരുതിയത്. അതിനിടയിൽ 11 മണിയോടെ മൊബൈലിൽ വയനാട്, കൂടരഞ്ഞി തുടങ്ങിയ ഭാഗങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ മുകളിലെ ചെങ്കല്ല് ക്വാറിയിൽ ജോലി ചെയ്യുന്ന സുഹൃത്തിനെ വിളിച്ച് ക്വാറി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ക്വാറിയുടെ പ്രവർത്തനം മഴയായതിനാൽ പ്രവർത്തിക്കാൻ അനുമതിയില്ലെന്ന് അറിയിച്ചപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ സംഭവിച്ച ഭൂമിക്കടിയിലെ മുഴക്കമാണ് എന്നറിയാൻ കഴിഞ്ഞത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൂടരഞ്ഞിയിലും ഇതുപോലെ 10 മണിക്ക് ശേഷമാണ് ശബ്ദമുഴക്കവും വാതിലുകളും ജനലുകളും ഇളകുന്ന ശബ്ദവും കേട്ടതായി പരിസരവാസികൾ കേട്ടത്. ഉടനെ ഗ്രാമവാസികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് താമരശ്ശേരി തഹസിൽദാർ ഹരി, വില്ലേജ് ഓഫീസർ എന്നിവർ സംഭവസ്ഥലം വിശദമായി പരിശോധിച്ചു. പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. കളക്ടറേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ കളക്ടറൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്യൂസ് എന്നാണെങ്കിൽ ലാൻഡിൽ ക്രാക്കോ അങ്ങനെയുള്ള ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു അറിവാണ്. അത് ശബ്ദം കേട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ അനുഭവപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ട് ഒരു ഷേക്ക്, വീടൊന്നൊരു ഷേക്കായി ജനലൊക്കെ ഇളകി ജർക്കിങ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു. വേറെ ഇഷ്യൂസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വേറെ അവരെ ലോക്കൽ പബ്ലിക്കിൻ്റെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും അനുഭവപ്പെട്ടു എന്നുള്ള ഒരു അറിവാണ് ഉണ്ടായത്. ആ വിവരം നമ്മൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. 10:10 കാണും സമയം. അപ്പം ഞാൻ ആ അടുക്കളയുടെ ജനലിൽ അവിടെ നിൽക്കുന്നു. ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി ഒരു കിലി ശബ്ദം ഉണ്ടാക്കി. അത് ഇച്ചിരി നേരം നിന്നു, കഴിഞ്ഞു പരിപാടി. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മൂപ്പരോട് ഇല്ലായിരുന്നു. ചോദിച്ചപ്പോൾ അവരെ അതൊക്കെ വീട്ടിൽ കൂടി അങ്ങനെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. അത്രേ നമുക്കറിയാവുള്ളൂ. ഭൂമികുലുക്കമല്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതുമില്ലെന്ന് മുക്കം നഗരസഭ ചെയർമാൻ വി.ടി. ബാബു അറിയിച്ചു. മുക്കം നഗരസഭയിലെ വെണ്ണങ്കോട്, മർക്കസ്, ദവത്തി, സുനിയ കോളേജിന്റെ കിണറിന്റെ സംരക്ഷണ ഭിത്തി വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീണിരുന്നു. സംഭവമറിഞ്ഞ് നഗരസഭാ ചെയർമാൻ സ്ഥലം സന്ദർശിച്ചു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.